ഹായ് മക്കളെ, ബഹാവുദ്ദീൻ സാറാണ് ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയാസമായിട്ടുള്ള കോൺട്രാ എൻട്രി എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാം എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും ഇടയെങ്കിലും മക്കളെ അടിച്ചു കയറിപ്പോരി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായ രീതിയിൽ കോൺട്രാ എൻട്രി ചെയ്താം എന്ന് നോക്കാം. സോ ആക്ച്വലി എന്താണ് ഈ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ, അതായത് ചില ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡിലും റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ ചില ട്രാൻസാക്ഷൻസിനെ ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡും റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, കോൺട്രാ എൻട്രി. ഓക്കെ അല്ലേ? സോ പ്രധാനമായും രണ്ട് രീതിയിലുള്ള കോൺട്രാ എൻട്രീസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ക്യാഷ് ഓർ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഓക്കെ. സെക്കൻഡ് വൺ, വിഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. അതായത് ഒന്നാമത്തേത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കയ്യിലെ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, വിഡ്രോ ക്യാഷ് ഓൺ ബാങ്ക് ഫോർ ബിസിനസ് യൂസ്. ബിസിനസിന്റെ ആവശ്യത്തിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നു. ഓക്കെ അല്ലേ? സോ ഈ രണ്ട് സാഹചര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കോൺട്രാ എൻട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, അതായത് നമ്മുടെ കയ്യിലെ ക്യാഷ് നമ്മൾ എങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു, നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമ്മുടെ കയ്യിലെ ക്യാഷ് എങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അതാണ് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും സെറ്റ് അല്ലേ? എങ്കിൽ സിമ്പിൾ ആക്കി ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ ട്രാൻസാക്ഷൻ ജേർണൽ എൻട്രി എന്താണ്, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മുടെ കയ്യിലെ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ദ എൻട്രി വിൽ ബി ബൈ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ, ബൈ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും ജേർണൽ എൻട്രി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതെന്തുകൊണ്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കയ്യിലെ പണം ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുകയും നമ്മുടെ ബാങ്കിലെ ക്യാഷ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുകയും ബാങ്കിലെ ക്യാഷ് കൂടുകയും ചെയ്യും. എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. നിങ്ങൾ അതിലൊരു 10,000 രൂപ എന്ത് ചെയ്യുന്നു, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്താ സംഭവിക്കുക, നിങ്ങളുടെ കയ്യിലെ ക്യാഷ് 90,000 രൂപയായിട്ട് കുറയും. അതേസമയം ബാങ്കിലെ പണം 10,000 രൂപ എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്രെഡിറ്റ് ചെയ്തിരിക്കണം. എന്നാൽ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡെബിറ്റും ചെയ്തിരിക്കണം. സോ ഇവിടെ ബാങ്കിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, സോ അതുകൊണ്ട് നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ ക്യാഷിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തതുകൊണ്ട് ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റും ചെയ്തു. എല്ലാവർക്കും സെറ്റ് ആണല്ലോ? സോ ജേർണൽ എൻട്രി എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇനി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, സിമ്പിൾ ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലെഡ്ജറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ഇസ് ഓൾസോ നോൺ ആസ് ടു സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഇസ് ഓൾസോ നോൺ ആസ് ബൈ സൈഡ്. ഓക്കെ, ഡെബിറ്റ് സൈഡ് നമ്മൾ ടു സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിനെ ബൈ സൈഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൊതുവേ നമ്മൾ എല്ലാ ലെഡ്ജറിനെയും നമ്മൾ വിളിക്കാറുള്ളതാണ്. ക്ലിയർ അല്ലേ? സോ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബോത്ത് ജേർണൽ ആൻഡ് ലെഡ്ജർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ബൈ ബാങ്ക് അല്ലേ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ സൈഡ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? എങ്ങനെ ബൈ സൈഡ് പോയിട്ട് നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇനി അതേ സമയം ഇവിടെ ക്യാഷ് നോക്കുകയാണെങ്കിൽ, ജേർണൽ എൻട്രിയിൽ ക്യാഷ് നോക്കുകയാണെങ്കിൽ ടു ക്യാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ടു സൈഡ് പോയിട്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ബൈ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആണ് ജേർണൽ എൻട്രി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബൈ ബാങ്ക് ആയതുകൊണ്ട് ക്യാഷ് ബുക്കിന്റെ ബൈ സൈഡ് പോയിട്ട് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഓക്കെ അല്ലേ? എന്നാൽ ടു ക്യാഷ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടു സൈഡ് പോയിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഓക്കെ അല്ലേ? സോ എത്ര എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്, 4,000 ആണ്, 40,000 ആണ് അല്ലേ? സോ എമൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ക്യാഷ് അല്ല റെക്കോർഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബാങ്കിന്റെ കോളത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എമൗണ്ടിനെ റെക്കോർഡ് ചെയ്യാൻ. ഇതൊക്കെയാണോ? ഇനി ഇവിടെ നോക്കിക്കേ, ബൈ ബാങ്ക് അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ നേരെ ഓപ്പോസിറ്റ്, അതായത് ക്യാഷ് കോളത്തിൽ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ. ഇത് ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണല്ലോ? എന്താ പറയുന്നത്, എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ആണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നാൽ ബാങ്ക് ആണ് പെർട്ടിക്കുലേഴ്സിൽ റെക്കോർഡ് ചെയ്തെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ക്യാഷ് കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ, എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ രണ്ടാമത്തെ കോൺട്രാക്ട് നമുക്ക് നോക്കിയാലോ. എന്താണ്, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. അതായത് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്തു. ഈ സിറ്റുവേഷനിൽ ജേർണൽ എൻട്രി ഉണ്ടാവില്ല. എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടുകയും നമ്മളെ ബാങ്കിലെ ക്യാഷ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. സോ നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടുന്നു, നമ്മൾ എന്ത് ചെയ്തു, ATM പോയിട്ട് പൈസ വിഡ്രോ ചെയ്തു. എന്താ സംഭവിക്കുക, നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടും, ഉറപ്പല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യും. എന്നാൽ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തില്ലേ, സോ ബാങ്ക് അക്കൗണ്ടിലെ പൈസ കുറയും. സോ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എന്താ ജേർണൽ എൻട്രി ഉണ്ടാവുക, ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അല്ലേ, ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. സിമ്പിൾ അല്ലേ?
എല്ലാവർക്കും ഓക്കെ ആണോ? ഇനി ഒന്ന് പറഞ്ഞു നോക്കേ, എങ്ങനെയായിരിക്കും ഇതിനെ റെക്കോർഡ് ചെയ്യുക? ബൈ ക്യാഷ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യല്? ബൈ സൈഡ് പോയിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ബൈ സൈഡ് പോയിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അതേപോലെ ടു ബാങ്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടു സൈഡ് പോയിട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ബൈ സൈഡ് ആണെങ്കിൽ ബൈ ക്യാഷ്, ടു സൈഡ് ആണ് ടു ബാങ്ക്. അയ്വാ, എന്തൊരു സിമ്പിൾ ആണല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് എത്രയാ? 20,000 rupees ആണ് എമൗണ്ട് ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എമൗണ്ടിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ ബാങ്ക് ആണ് വന്നത്. സോ നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യും ക്യാഷ് കോളത്തിൽ 20,000. ഓക്കെ, ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഈ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈ ക്യാഷ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? സോ നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യും ബാങ്ക് കോളത്തിൽ 20,000. ദാറ്റ്സ് ഇറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യല്? കോൺട്രാ എൻട്രി റെക്കോർഡ് ചെയ്യൽ. സോ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മക്കൾ എന്ത് ചെയ്യുക? ടീം Xylem Commerce യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ഗുഡ് ബൈ.